എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്ന് ലുലു മാളിൽ ഷോപ്പിങ്ങിന് വന്നതാണ്. ലുലു മാള് ഓണത്തിന് ദീപാലങ്കാരങ്ങളൊക്കെ കൊണ്ട് നല്ലപോലെ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാനും മോളും പാർക്കിംഗ് സ്പേസിൽ വന്നു, വണ്ടി വെച്ചു. സാധാരണഗതിയിൽ നല്ലപോലെ തിരക്കുള്ളതാണ്, പക്ഷെ ഇപ്രാവശ്യം സ്പേസ് വളരെയേറെ ഉണ്ടായിരുന്നു. പിന്നെ ആദ്യം ഒരു ലിഫ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അവിടെ മെയിൻ്റനൻസ് ആയിരുന്നു, രണ്ടാമതൊരു ലിഫ്റ്റിന്റെ അടുത്ത് പോയപ്പോൾ അവിടെയും മെയിൻ്റനൻസ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ നടന്നാണ് അകത്തേക്ക് കയറിയത്. ഞങ്ങൾ ആദ്യം ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് കയറിയത് കേട്ടോ. അപ്പോൾ അതിനകത്ത് കയറിയപ്പോൾ ഒരുപാട് ഓഫേഴ്സൊക്കെ കണ്ടായിരുന്നു. വെറൈറ്റി പായസ കിറ്റൊക്കെ ഉണ്ടായിരുന്നു. ഗോതമ്പ് പായസം, സെമിയ പായസം, അങ്ങനെ കടല പായസം. അപ്പോൾ ഞങ്ങൾ 2 പായസ കിറ്റ് എടുത്തു. അതിനുശേഷം കണ്ടോ, ഒരുപാട് കാര്യങ്ങൾ. നമ്മുടെ ജിമ്മൻ മാവേലിയുടെ മോഡൽ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഊഞ്ഞാലാടുന്നൊരു മാവേലിയുടെ മോഡൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോസൊക്കെ പോസ് ചെയ്തു. പിന്നെ ഞാനും മോളും കൂടി സ്റ്റോറി ബുക്ക് സെക്ഷനിൽ വന്നു. അവൾക്ക് സ്റ്റോറി ബുക്സിനോടും ബാലരമയോടും ഒക്കെ ഒരു പ്രത്യേക താല്പര്യമാണ്. അതെടുത്തു കൊടുത്തു. പിന്നെ ഞങ്ങൾ അകത്തോട്ട് നടന്നു. കാഷ്യൂ നട്ട്സ്, ബദാം, ഇങ്ങനെ അതിനൊരു സെക്ഷനുണ്ട്. അടുത്തത് എനിക്കിഷ്ടമുള്ള സെക്ഷനിലോട്ടാണ് ഞാൻ പോകുന്നത്, ഫിഷ് പാക്കറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി 2 ഫിഷ് പാക്കറ്റ് ഞാൻ എടുത്തായിരുന്നു. ഫിഷ് മുളകിട്ട പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഞാനും മോളും കൂടി വേറെ വേറെ സെക്ഷൻസ് നോക്കുന്നുണ്ട്. അതൊന്നും സെറ്റ് ആവുന്നില്ല, ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അത് പച്ചക്കറി സെക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് പച്ചക്കറികളൊക്കെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിഷ് സെക്ഷനിൽ പോയപ്പോഴേക്കും ഭയങ്കര റേറ്റ്, തീ പിടിച്ച വില കണ്ടിട്ട് ഞാൻ ആ പരിസരത്തോട്ടേ പിന്നെ ചെന്നില്ല. തിരിച്ച് വീണ്ടും ഇങ്ങനെ നടന്ന് കുറേ ദൂരം നടന്നു. സ്വീറ്റ്സ് സെക്ഷനൊക്കെ ഇഷ്ടത്തിനുണ്ട്. ഇതൊന്നും ഞാൻ എടുക്കത്തില്ല, സ്വീറ്റ്സ് ഒന്നും കഴിക്കുന്ന ആളല്ല ഞാൻ. പിന്നെ കുറേ കുബൂസ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് സെക്ഷൻസ്. അങ്ങനെ 2 കുബൂസ് എടുത്തായിരുന്നു കേട്ടോ. കുബൂസ് എൻ്റെ ഫേവറേറ്റ് ആണ്. അങ്ങനെ 1-2 കുബൂസ് എടുത്ത് വെച്ചായിരുന്നു. പിന്നെ സാലഡ് സെക്ഷൻ, പിന്നെ സ്നാക്സ് സെക്ഷൻ. സാലഡ് സെക്ഷനിൽ പോയിട്ട് ഒരു ട്യൂണ സാലഡാണ് മേടിച്ചത്. പിന്നെ അതിനുശേഷം വേറെയും കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ ഫിഷിനോട് ഭയങ്കര ഒരു വലിയൊരു താല്പര്യമുണ്ട്. അങ്ങനെ ഫിഷ് ഐറ്റംസ്, ഓലക്കൊടി എന്ന് പറഞ്ഞിട്ടൊരു ഫിഷ് കറി, പിന്നെ അതുപോലെ കബാബ്, ഫിഷ് കബാബ്, അത് ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ ആ 2 ഐറ്റംസ് മേടിച്ചു. പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോഴേക്കും അവിടെ ഈസ്റ്റേൺ പായസമേള നടക്കുന്നുണ്ട്. പിന്നെ മോൾ ഒരു വാട്ടർ മെലൺ എടുത്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ കറങ്ങി കാണുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണ്ടു. അത് കഴിഞ്ഞപ്പോൾ ഫ്രൂട്ട് സെക്ഷനിൽ എത്തിയായിരുന്നു. അവിടെ അവക്കാഡോ കണ്ടു. അത് പഴുപ്പ് അറിയാൻ എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു മെഷീൻ അവിടെ വെച്ചിട്ടുണ്ട്. അത് ആദ്യമായിട്ടാണ് ഞാൻ ലുലു മാളിൽ കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനും മോളും കൂടി ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്നു. മോളെന്നെ നന്നായി സഹായിക്കുന്നുണ്ടായിരുന്നു. താഴത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി മുകളിലോട്ട് പോയിട്ട് വേണം ഓണക്കോടി എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. പാർട്ട് 2 വ്ളോഗിൽ ഓണക്കോടി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെയുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ